നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫർണിച്ചർ, നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈൻ, അതിനെ ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു ഫർണിച്ചറായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ അത് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളുടെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഡിസൈൻ അവരുടെ മനസ്സിൽ അത് വരണം. അവർക്ക് ആ ഭാവനയിൽ അവരുടെ ഉള്ളിൽ അത് കയറി കഴിഞ്ഞാലാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുടെ മനസ്സിൽ അത് എത്തണം. എന്നാലാണ് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അവർക്ക് ഭാവനയിൽ വരണം. അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫർണിച്ചർ നിർമ്മാണം. നമ്മൾ ഇതിന് വുഡ് സെലക്ട് ചെയ്തെടുക്കുന്നു, ഈ വുഡിനെ സീസൺ ചെയ്ത് ട്രീറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിന് എടുക്കുക. അത് എടുത്തതിന് ശേഷം കാർപ്പൻറ്റർ വർക്ക് ചെയ്ത് അതിനൊരു പ്രൊഡക്റ്റ് ആക്കുന്നു. അതിൻ്റെ ഇടയിൽ കാർവിംഗ് സെക്ഷനിൽ എത്തണം. കാർവിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഫിനിഷിങ്, ഈ ഒരു കൊത്തുപണിയുടെ ഡിസൈൻ ആ മരത്തിൽ അതിനെ കൊത്തി ചിലപ്പോൾ ഒരു രൂപമായിരിക്കാം, ചിത്രങ്ങളായിരിക്കാം. എങ്കിൽ ആ ചെയ്യുന്ന വർക്കറുടെ മനസ്സിൽ ആ ഒരു ഭാവന ഉണ്ടെങ്കിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം ആ മരത്തിൽ അത് കൊത്തുപണി ചെയ്ത് ആ ഒരു ഫിനിഷിങ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അവരുടെ ചെറിയൊരു ശ്രദ്ധയോ ചെറിയൊരു പിഴവോ പറ്റിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ നമ്മൾ ചെയ്തെടുത്ത ഈ പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക. എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്, ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഒരു പ്രൊഡക്റ്റും വരുന്നത്. ആ